ഇന്നത്തെ ഐറ്റം എന്താണെന്നറിയാം, അടിപൊളി ഒരു ബെൻ നിറച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സൊക്കെ പറ്റിയ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അൽബേക്കിൻ്റെ ബെന്നാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബെൻ എടുത്താലും വേണ്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് സവാളയാണ്. സവാള പൊടിയായി അരിഞ്ഞതും കറിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. അതും പിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, കറിവേപ്പിൻ്റെ ഇല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായി വഴറ്റി കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊക്കെ പൊടികൾ വേണം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, വലിയ ജീരകം, ഇത്രയും പൊടികളാണ് കേട്ടോ ഇതിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ പൊടികളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ചിക്കൻ ഇവിടെ ഞാൻ ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് വാട്ടർ കളയരുത്, ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒരു സ്പൂണ് കച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ക്രഷറിലിട്ടുങ്ങാണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ സ്റ്റോക്ക് വാട്ടർ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ആ വെള്ളമൊക്കെ അതിൽ കടന്ന് വറ്റി അതിന് മസാലയൊക്കെ അതിൽ പിടിച്ച് കിട്ടട്ടെ. അതിൻ്റെ മീതിയൊക്കെ കുറച്ച് മല്ലിയിലയും ചേർത്ത് നമുക്ക് തീ ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് ബെന്നെടുക്കാം. അതിൻ്റെ ബെന്നിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതുപോലെ മാറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുഴി കൊത്തി കൊടുക്കുക. ഇതിനൊക്കെ മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ മുട്ട 4 നുറുക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ പീസ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മസാല കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പതിയെ പ്രസ് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ 4 വശം കുറച്ച് മൈദ ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ ഓരോന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് കോട്ടിങ്ങായിട്ട് നമുക്ക് മുട്ട, കുരുമുളക്, മല്ലിയില, ഉപ്പും ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിൽ ഓരോന്ന് ഇട്ട് മുക്കി ബട്ടറിലോ നെയ്യിലോ പൊരിച്ചെടുക്കാവുന്നതാണ്. അല്ലാതെ മുരിഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. ഒന്നിങ്ങോട്ട് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. നല്ല ടേസ്റ്റിലൊരു അടിപൊളി ബെൻ നിറച്ചിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്നും പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്കൊരു അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോക്കായിട്ട് കാത്തിരിക്കട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ ലൈക്ക് അടിച്ചിട്ട് എന്നെ കാണാം. ബൈ.